കോൺഗ്രസിന്റെ വേറെ വക്താവ് ഇന്ന് ചർച്ചയ്ക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഇതുപോലുള്ള ആളുകൾ വന്നാൽ മതി. കാരണം ചാണകത്തോട് ചേർന്ന് നിൽക്കുന്ന ചാണകം ആയി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തൊരു അധപ്പതനമാണ് ശ്രീ റജി താങ്കളുടെ വാദങ്ങൾ. സ്വന്തം അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ കൂടി അങ്ങ് ഇതേ രീതിയിൽ വിമർശിക്കുവാൻ തയ്യാറാവണം. ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പി ഹരീന്ദ്രൻ, BJPയുടെ ഒരു നേതാവ്, ഒരു അധ്യാപകൻ ഒരു പോക്സോ കേസിലെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് നമ്മൾ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കരുതിയത് ശ്രീ റജി കോൺഗ്രസ് സഹയാത്രിക മാത്രമാണ്. അതുകൊണ്ട് ഈ വർത്തമാനകാലത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണത അദ്ദേഹത്തെ ബാധിക്കില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ 140 വർഷത്തെ പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ ഒരു ധാർമ്മികതയൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഗാന്ധിയൻ കോൺഗ്രസ് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ ഈ രണ്ടാം റൗണ്ടിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കേട്ടപ്പോൾ കോൺഗ്രസിന്റെ വേറെ വക്താവ് ഇന്ന് ചർച്ചയ്ക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഇതുപോലുള്ള ആളുകൾ വന്നാൽ മതി. കാരണം ചാണകത്തോട് ചേർന്ന് നിൽക്കുന്ന ചാണകം ആയി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്തൊരു അധപ്പതനമാണ് ശ്രീ റജി താങ്കളുടെ വാദങ്ങൾ. ഇവിടെ താങ്കൾ പറഞ്ഞു പാനൂര് ഏതോ ഒരു പോക്സോ കേസിലെ പ്രതിയെ ന്യായീകരിച്ച് CPM-ന്റെ നേതാവ് പ്രസംഗിച്ചു. താങ്കൾ ആ പ്രസംഗത്തിന്റെ വീഡിയോ തികച്ചും കേട്ടോ? അതല്ല, വാട്സപ്പിൽ നിന്ന് ലഭിക്കുന്ന താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ചില ഭാഗങ്ങൾ മാത്രം ലീക്കാക്കിയിട്ട് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിച്ച ഒരു സാധനം മാത്രം കേട്ടിട്ടാണോ താങ്കൾ ഈ നിലപാട് പറയുന്നത്? താങ്കൾ സഖാവ് ഹരീന്ദ്രന്റെ ആ പ്രസംഗം മുഴുവൻ കേൾക്കും, എന്നിട്ട് പറയൂ അങ്ങനെ ഈ പോക്സോ കേസിലെ പ്രതി ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന്. നമുക്ക് അതിൽ തർക്കിക്കാം. ആ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അവിടെ ഈ വിഷയത്തെ, പാനൂരിലെ ആ വിഷയത്തെ എങ്ങനെയാണ് മുസ്ലിം മതമൗലികവാദ സംഘടനയുടെ ആളുകൾ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അത് വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം ആ കാര്യം ഉദാഹരിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് ഉൾപ്പെടെ എടുത്തത്. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിക്കുമെന്ന്. കേരളത്തിൽ താങ്കൾ പറയുന്ന ആ പിണറായിയുടെ പോലീസാണ് പാലത്തായി കേസ് അന്വേഷിച്ചതെന്ന്. ആ പോലീസ് അന്വേഷിച്ചിട്ടാണ് ഇപ്പോ BJP-കാരനായ RSS-കാരനായ അധ്യാപകൻ മരണം വരെയുള്ള ജീവപര്യന്തം തടവ് കോടതിയെ കൊണ്ട് അങ്ങനെ തന്നെ വിധി എഴുതിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ കേസ് കോടതിയിൽ പ്രോസിക്യൂഷനെ വെച്ച് നടത്തിപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിന്, ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് നടത്തി പ്രതിയെ ജയിലിലിട്ട് വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാവ് ന്യായീകരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കില്ല. രണ്ട്, താങ്കൾ പറയുന്നത് എന്താ, ഗോവിന്ദ മാഷ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിലപാട്? KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, അങ്ങനെ പറഞ്ഞോ? എന്താ പറഞ്ഞത്? തുടക്കം മുതൽ ഉപ്പ് തിന്നവരുണ്ടെങ്കിൽ വെള്ളം കുടിപ്പിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങോട്ട് ശബരിമലയുടെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തിയ ഏത് ഉന്നതനായാലും രക്ഷപ്പെടില്ല. ഈ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം CBI അല്ലല്ലോ, കേന്ദ്ര ഏജൻസികളല്ലല്ലോ, കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസല്ലേ. അവര് തന്നെയല്ലേ അന്വേഷണം നടത്തിയിട്ട് നടപടിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തടസ്സം പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചോ? ഏതെങ്കിലും പാർട്ടി നേതാവ് അതിനെ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ഒന്നുമില്ലല്ലോ. കൃത്യമാണ് നിലപാടതിൽ, ഒരു സംശയവുമില്ലല്ലോ. എന്നാൽ ഇവിടെ അതുപോലെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ ഈ വിഷയത്തിൽ റജിയുടെ ന്യായം? നമ്മുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന്, ഒരു പെൺകുട്ടിയാണോ റജി പറഞ്ഞത്? ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് വന്നു, മറ്റൊരു പെൺകുട്ടി ജീവനോടെ പറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അയൽക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, കോൺഗ്രസിന്റെ പല വേദികളിലും എത്തുന്ന ഒരു നടി കൂടിയായിട്ടുള്ള യുവതി വന്ന് നേരിട്ട് നമ്മളോട് പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ യുവ കോൺഗ്രസ് നേതാവിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? അന്ന് അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടതല്ലേ കോൺഗ്രസിൽ നിന്ന്? ഈ കേസിൽ ശരി, താങ്കൾ പറയുന്നത് പോലെ ആ യുവതി നേരിട്ട് വന്നിട്ടില്ല, അവരുടെ ശബ്ദം ഇതേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു യുവതി പറഞ്ഞല്ലോ, നേരിട്ട് വന്ന് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ 3 വർഷം മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 3 വർഷം മുമ്പേ പ്രതിപക്ഷ നേതാവിനോട് പോയി പറഞ്ഞതാണ്. കാരണം തന്റെ അയൽക്കാരനാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. VD സതീശനും അത് അഡ്മിറ്റ് ചെയ്തല്ലോ. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഞാൻ മകളെ പോലെ കരുതിയിട്ടാണ് ഞാൻ ആ വിഷയത്തിൽ രാഹുലിനോട് സംസാരിച്ചത് എന്നുൾപ്പെടെ പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? അവർ പോലീസിൽ പരാതി കൊടുക്കുന്നത് കേട്ടെ. ഈ പൊതു സമൂഹത്തോട് മുഴുവൻ റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഒരു യുവനടിയും കോൺഗ്രസ്സുകാരിയുമായിട്ടുള്ള ഒരു യുവതി വന്ന് കാര്യങ്ങൾ പറഞ്ഞതല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ, ഒന്നല്ലല്ലോ, ഈ ഒരു സംഗതിയല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ അസിത ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമല്ലേ? അത് റജിക്കും അറിയുന്നതല്ലേ? നിങ്ങൾ പുറത്താക്കിയ ഒരാളാണെങ്കിൽ, പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാളാണെങ്കിൽ എങ്ങനെ പാലക്കാട് ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള കമ്മിറ്റി യോഗങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുക്കുകയല്ലേ? നിങ്ങൾ പുറത്തു നിർത്തിയ അലങ്കരിയ UDF-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത് റജി, നിങ്ങൾ പറയണ്ടേ? എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ്? ഇന്നും അദ്ദേഹം ഇവിടെ ആതിരെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്നും ഈ സംഭവത്തിന് ശേഷം മുരളീധരനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇപ്പോ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്താ? അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്ന ദൃശ്യങ്ങളല്ലേ? നിങ്ങളുടെ പാർട്ടിയുമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? അപ്പൊ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് അല്ലേ? അദ്ദേഹം ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുകയല്ലേ? നീ ഇവിടെ കയറണ്ട എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത എന്തുകൊണ്ട്? അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറൊരു കോൺഗ്രസ്സുകാരിയായ യുവതി വന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത് പല സംഗതികളിലും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ റജി ഇതിങ്ങനെ സാങ്കേതികത്വം പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കേണ്ടതല്ലേ, കേസെടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മെഴുകരുത്. ഇത് റജിയും ഞാനും എല്ലാം ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ ബാധിക്കുന്ന വിഷയമാണ്. അസിതയും ആതിരയും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നവരെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മളിവിടെ റജി പറഞ്ഞ അതേ കാര്യത്തെ ഞാൻ ആവർത്തിക്കുന്നു. ആ ധാർമ്മികത, ഗാന്ധിയൻ മൂല്യങ്ങളുടെ ധാർമ്മികതയെങ്കിലും ഉണ്ടെങ്കിൽ റജി നെഞ്ചിൽ കൈവച്ച് പറയൂ. ഇങ്ങനെ ഒരു വിഷയത്തെ നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമോ? അവിടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി സൂചിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതുൾപ്പെടെ ഓർത്തുവെക്ക്. എന്നിട്ട് പറ എങ്ങനെയാണ് ഇയാളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. നടന്ന് പെൺകുട്ടികളെ പിറകെ പോയി അവരെ വഞ്ചിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാട് സ്വീകരിക്കുക, അത് എന്തുമാത്രം അധപ്പതിച്ച അവസ്ഥയിലേക്ക് പോകുന്നു. എന്നിട്ട് അയാളെ വന്നിട്ട് നിങ്ങൾ പോലീസല്ലേ, നിങ്ങളുടെ കേസല്ലേ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ജീർണ മുഖമാണ്.